നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിതിൻ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കിട്ടിയത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് നിതിന് അനിഷ്ടമായ എന്തോ കാര്യം നടന്നുവെന്ന വിലയിരുത്തലാണ് പോലീസ്. നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികളും മൊഴി നൽകി. ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളായ അധ്യാപകർ ഇപ്പോഴും ഒളിവിലാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യാർത്ഥികളും രംഗത്തെത്തിയിരുന്നു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പോലീസ് ഇത് സംബന്ധിച്ച് നിർണായക CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. 10-ാം തീയതി നിതിൻ ജീവനൊടുക്കുന്ന ദിവസം ഈ ഒരു പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്നും ഇത്തരത്തിൽ നടന്ന സംഭാഷണങ്ങൾ, 35 മിനിറ്റ് നേരം നടന്ന സംഭാഷണങ്ങൾ, അതിനൊടുവിൽ നിതിൻ്റെ ഫോൺ അവിടെ പ്രിൻസിപ്പൽ പിടിച്ചുവെക്കുന്നു. നിതിൻ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇതിന് തൊട്ട് 10 മിനിറ്റിനകം നിതിൻ ആത്മഹത്യ ചെയ്യുന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. ഏതായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് ഇത് സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത്. അവിടെ നടന്ന സംഭാഷണങ്ങളെല്ലാം പോലീസിന് ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അവിടെ ചർച്ച നടന്നത്. എങ്കിലും ഈ ഒരു കാരണം മാത്രമല്ല നിതിൻ ജീവനൊടുക്കാൻ കാരണമെന്ന് പോലീസ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊക്കെ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതായാലും ഇപ്പോൾ പങ്കുവെക്കാൻ, ഈ ഒരു അന്വേഷണ ഘട്ടത്തിൽ പങ്കുവെക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ആ പോലീസ് അന്വേഷണം വളരെ ഊർജിതമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 7 അംഗ സംഘത്തെ രൂപീകരിച്ചാണ് പോലീസ് അന്വേഷണം. ഈ മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട് 9-ാം തീയതി, അതായത് ഈ മരിക്കുന്ന 10-ാം തീയതിയാണ്, അത് 9-ാം തീയതി ഈ 98 കോളുകളാണ് നിതിൻ്റെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്പ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ ഭീഷണി സന്ദേശങ്ങളുണ്ട്, ഭീഷണി കോളുകളുണ്ട്. അതോടൊപ്പം ലത എന്ന് പറയുന്ന അധ്യാപികയുടെ മൊബൈലിലേക്കും 26 കോളുകളും അതുപോലെ തന്നെ സന്ദേശങ്ങളും എത്തിയാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാണെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ ലത എന്ന് പറയുന്ന അധ്യാപികയുടെ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തല്ല ഈ നിതിൻ ഇത്തരത്തിലൊരു പണം ഈ ആപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളത്. റെഫറൻസിനായി ലത എന്ന് പറയുന്ന അധ്യാപികയുടെ നമ്പർ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെ നിരന്തരം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഈ ഒരു കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് വലിയ തോതിൽ നിതിന് പ്രശ്നമുണ്ടാക്കി. 10-ാം തീയതിയാണ് ഈ അധ്യാപിക ഇങ്ങനൊരു പരാതി പ്രിൻസിപ്പലിന് നൽകുന്നത്. അതിനുശേഷം നിതിനെ അവിടെ വിളിച്ചു വരുത്തുന്നു. അത് ദൃശ്യങ്ങളിൽ ആദ്യം നിതിൻ അവിടെ വരുന്നു. മൊബൈൽ ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട് വീണ്ടും നിതിൻ തിരിച്ചുപോയി മൊബൈൽ ഫോണുമായി അവിടെ വരുന്നു. അങ്ങനെ മൊബൈൽ ഫോൺ അവിടെ പിടിച്ചു വെക്കുന്നു. ഇതാണ് പോലീസിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അവിടെ നടന്ന സംഭാഷണങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഈ മൊബൈൽ ആപ്പ് കമ്പനി അധികൃതരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ റാം എന്ന് പറയുന്ന ഈ വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ അനുഭവമാണ് നിതിനുണ്ടായത്. അതും വലിയ തോതിലുള്ള ഒരു മാനസിക സംഘർഷത്തിന് ഇടയാക്കി. അതോടൊപ്പം മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ പോലീസ് പുറത്തുവിടുമെന്നാണ് പറയുന്നത്. അത് വളരെ നിർണായകമായിരിക്കും ആ ഒരു കാര്യങ്ങളെന്നാണ് പോലീസ് പറയുന്നത്. പല കാരണങ്ങളും ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കുടുംബത്തിൻ്റെ, രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം സഹപാഠികളുടെയും അതുപോലെ തന്നെ ഈ അധ്യാപകരുടെയും മൊഴിയും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ നിർണായകമാണ് ഈ കേസുകളിൽ. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്, അതല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ചതിന് ശേഷമായിരിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഇൻസ്റ്റാ പേ എന്ന് പറയുന്ന ആപ്പിൽ നിന്നാണ് നിതിൻ, കുടുംബം നേരത്തെ വ്യക്തമാക്കിയതുപോലെ 14,000 രൂപ വായ്പ എടുത്തത്. അമ്മയുടെ ആശുപത്രി ചികിത്സയ്ക്ക് ആവശ്യമായാണ് ഈ പണം എടുക്കുന്നത്. നിതിൻ അത് ഫെബ്രുവരി മാസം ആദ്യ വാരമാണ് ഈ ഒരു പണം എടുക്കുന്നത്. അതിനുശേഷം ഒരു 5,000-ഓളം രൂപ അതിൽ തിരിച്ചടച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള തുക അടക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കമ്പനി അധികൃതർ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളിൽ പോലീസ് കിടക്കുകയാണ്. ഇതിനിടയിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കോളേജിനെതിരെയും കോളേജ് മാനേജ്മെൻറ്റിനെതിരെയും പ്രത്യേകിച്ച് അധ്യാപകനെതിരെയുമുണ്ട്. അധ്യാപകൻ്റെ ഒരു ക്ലിനിക്ക് ഇത്തരത്തിൽ DYFI നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ താഴിട്ട് പൂട്ടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ കോളേജിലേക്കും വരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നതും എടുത്തു പറയുന്നതാണ്. മാനേജ്മെൻറ്റ് ഇതിൽ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിനൊപ്പം നിൽക്കാനോ ഇതുവരെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ആരും എത്തിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ പല ആളുകളും വിദേശത്താണ് ഇതിൻ്റെ ഉടമകൾ എന്നാണ്. ഏതായാലും നേരത്തെ വലിയ വിവാദമായ ഒരു അഞ്ചരക്കണ്ടി കോളേജുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇവിടെ ഇവർക്ക് അംഗീകാരം റദ്ദാക്കിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ദന്തൽ കോളേജ് മാത്രമാണ് ഇവിടെ കാര്യമായി പ്രവർത്തിക്കുന്നത്. മറ്റെല്ലാ സ്ഥാപനങ്ങളും ഇതിനകത്ത് അടഞ്ഞുകിടക്കുകയാണ്. ഇത് സംബന്ധിച്ചും വലിയ ദുരൂഹതയുണ്ട്. ഇത് സംബന്ധിച്ചും ഈ ഒരു പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. 7 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. ഏതായാലും വരും ദിവസം
ഇതിൽ കാര്യമായ നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തുവിടും. അതോടൊപ്പം ഈ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടേക്കാം. അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കടക്കുക. ഒരുപക്ഷെ അതിന് ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും പോലീസ് അന്വേഷണം ശരിയായ ദിശയിലേക്കെന്ന് ചൂണ്ടിക്കാട്ടുന്ന നിലയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും. പ്രതികളെല്ലാം പിടികൂടും എന്നതിനാണ് പോലീസ് പറയുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ചാൻസലറായ ഗവർണർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകിയെന്ന് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ. ഇത്തരം കോളേജുകൾ തുടരണമോ എന്ന് പോലും തീരുമാനിക്കേണ്ടതാണ്. ശക്തമായ നടപടി ഉണ്ടാകുമെന്നും VC പറഞ്ഞു. കോളേജ് അധികൃതർ കുടുംബത്തെ ബന്ധപ്പെടാത്തത് മോശമായ നടപടിയെന്നും VC വിമർശിച്ചു. നിതിൻ ജീവനൊടുക്കിയ സംഭവം അത്യന്തം വേദനയുളവാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വാർത്തകളാണ് പുറത്തുവരുന്നത്. മിടുക്കനായ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമാണ്. കേരളമാകെ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. മാലദ്വീപിൽ മലയാളി അധ്യാപികയ്ക്ക് ക്രൂരമർദ്ദനം. ഗെയിം കളിക്കുന്നത് തടഞ്ഞതിനാണ് 8ാം ക്ലാസ്സുകാരൻ അധ്യാപികയെ മർദ്ദിച്ചത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ അധ്യാപിക സ്മിത N പിള്ളയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ്. ഇന്നലത്തെ ഇൻസിഡന്റ് പറഞ്ഞാൽ, ഇന്നലെ ആ കുട്ടികളെ ഗ്രേഡ് 8 കുട്ടികളെ ഞാൻ ലാബിൽ കൊണ്ടുവന്നിരുത്തി. അവര് 2 റോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് റോയില് ഞാൻ ചെക്ക് ചെയ്തിട്ട് സെക്കൻഡ് റോയില് ഈ കുട്ടി ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൻ ഗെയിം കളിക്കാറാണ്. സാധാരണ അവൻ അങ്ങനെ ചെയ്യാറുണ്ട് ലാബില്. അപ്പൊ ഞാൻ അവനെ വിലക്കാറുണ്ട്. കാരണം ഒരു കുട്ടി ഗെയിം കളിക്കുന്നത് കണ്ടാൽ ബാക്കി എല്ലാവരും ഗെയിം കളിച്ചു തുടങ്ങും. പിന്നെ അവരുടെ വർക്കൊന്നും അവർ ചെയ്യാറില്ല. അപ്പോൾ അവൻ ഗെയിം കളിക്കുന്നത് ഞാൻ വിലക്കാറുണ്ട്. സാധാരണ അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത റൗണ്ടിന് പോയിട്ട് വരുമ്പോൾ അവൻ വീണ്ടും മിക്കവാറും ഗെയിമിൽ തന്നെ ആയിരിക്കും. അപ്പോഴും ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകാറാണുള്ളത്. ഇന്നലെ അതുപോലെ അവൻ ഞാൻ ചെന്നപ്പോൾ ഗെയിം കളിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ മോട്ടർ ഓഫ് ചെയ്തു. ഞാനവിടെ മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല. പിന്നെ അവനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗെയിമിംഗ് ആണ്. ഞാനത് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യും ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ LTA എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ച് ആദ്യം ഫോൺ എടുത്ത്. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തെറിഞ്ഞ ഇതിൽ ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതിൽ ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിന് ഇവനെന്നെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു. പഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഇടി കിട്ടിയതെന്ന് എനിക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്ക് ആവുന്നില്ല. അതിനോടിടയ്ക്ക് അവൻ ഒരു 3-4 ഇടി എൻ്റെ മൂക്കിൽ ഇടിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് തലയുടെ ബാക്ക് സൈഡിലും മുടി പിടിച്ച് വലിച്ചിട്ട് 2-3 ഇടി ഇടിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് 3-4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് എന്നെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോയത്. ഞാൻ ആകെപ്പാടെ സ്റ്റക്കായിപ്പോയി. അത്രയും 4 ടീച്ചേഴ്സും അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഇൻസിഡന്റ് ഇതിൽ അവസാനിച്ചത്. അല്ലെങ്കിൽ അതിലും മേലെ പോയേനാ ചിലപ്പോ. കൂടുണ്ടായിരുന്ന ടീച്ചർമാര് ഭയപ്പെട്ട് ടീച്ചറിനെ കോരിയെടുത്തുകൊണ്ട് ആംബുലൻസ് വിളിച്ചു വരുത്തി അടുത്തുള്ള പബ്ലിക് ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെയുള്ള ട്രീറ്റ്മെന്റ് പരിമിതിയാണ്. കാരണം അവിടെ ഒരു ഫിസിഷ്യൻ മാത്രമേ ഉള്ളൂ. അവിടെ എക്സ്റേ സംവിധാനം ഒന്നുമില്ല. അപ്പം അതിനുവേണ്ടി അടുത്തുള്ള ഐലൻഡായ തിനദുവിലേക്ക് കൊണ്ടുപോയി. തിനദുവിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ENTയെ കാണാനും എക്സ്റേ എടുത്തപ്പോൾ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട്. അതിനുശേഷം CT എടുക്കണം എന്ന് പറഞ്ഞു. അത് ഇന്നാണ് CT എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് തുടർന്ന് അതിന്റെ സർജറി 10 ദിവസത്തിനകത്ത് ചെയ്യണം. അതിന്റെ സംവിധാനം മാൽദീവ്സിൽ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുമാണ് ഡോക്ടറിന്റെ അഭിപ്രായം. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് സ്കൂളിന്റെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ടീച്ചർ തിനദുവിലുള്ളതുകൊണ്ട് തിനദുവിലെ പ്രിൻസിപ്പളിന് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് ടീച്ചറിന്റെ തുണി ഈ ടീച്ചർമാരെ തന്നെ പാക്ക് ചെയ്ത് കയറ്റി വിട്ടാൽ മതി. എന്നിട്ട് ടീച്ചറിനെ അവിടുന്ന് നാട്ടിലേക്ക് കയറ്റി വിട്ടോളൂ, ടീച്ചർ ഇനി നാട്ടിൽ പൊക്കോട്ടെ എന്നുള്ള ഇതാണ് പ്രശ്നം അവർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ആ വേറെ സ്കൂളിന്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മളെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസിൽ നിന്ന് നമ്മളെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നത് അവരിതിനു വേണ്ടി എല്ലാ ഇതിലും സഹകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവര് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് സംസാരിച്ചു. കാരണം ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2000-ഓളം ആളുകൾ മാൽദീവ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിലൊരു 75% കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പൊ ഇതുപോലെ ഇതിനു മുമ്പും പല ടീച്ചർമാർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് അവിടെ നിന്ന് ആ ടീച്ചറെ അങ്ങ് നാട് കടത്തും. അപ്പൊ ഈ ഇഷ്യൂ അവിടെ വെച്ച് ഇതാവുകയാണ്. ഇതൊന്നും അറിയാതെയാണ് ഇവിടുന്ന് വീണ്ടും ആളുകൾ അവിടേക്ക്
ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നത്. കാരണം അവിടെ കുട്ടികളെ നമുക്ക് വഴക്ക് പറയാനോ ഒന്നും തന്നെ പാടില്ല. അപ്പോൾ കുട്ടികൾ പക്ഷെ ഭയങ്കരമായ അരഗണ്ടാണ്. അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക, സർജറി ഇവിടെ മാത്രമേ സാധിക്കൂ എന്നാണ് ഇപ്പോൾ അവിടുത്തെ മാലദ്വീപ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്നുള്ള വിശ്വാസത്തിലാണോ ഇപ്പോൾ ബന്ധുക്കൾ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് അവരുടെ വിശ്വാസത്തിൽ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് നീങ്ങുന്നത്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലാസ് മുറിയിൽ വെച്ചായിരുന്നു ഈ സ്മിതയ്ക്ക് 8ാം ക്ലാസ്സുകാരന്റെ ആക്രമണം നേരിടുന്നത്. ആക്രമണത്തിൽ തന്നെ ആ സമയത്ത് തന്നെ അബോധാവസ്ഥയിൽ എത്തി എന്നാണ് കൂടെ ഉണ്ടായിരുന്ന അധ്യാപകർ പറയുന്നത്. അവരുടെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചതിനെ തുടർന്ന് ഈ പൊട്ടലുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ നമുക്കറിയാം, മാലിദ്വീപിലുള്ള പലരും ചികിത്സ തേടി എത്തുന്നത് കേരളത്തിലേക്കാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ അവിടെ അത്തരത്തിലൊരു സംവിധാനമില്ല എന്ന് അവിടെയുള്ള ആരോഗ്യ വൃത്തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ശസ്ത്രക്രിയ ഇവിടെ നൽകണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നൽകേണ്ടത് ആവശ്യവുമാണ് എന്ന ബോധ്യത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ നോക്കിയാണ്. എന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ആശുപത്രിയിൽ അവിടുത്തെ ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഉള്ളത്. അവിടുന്ന് ഡോക്ടർ സ്മിത അവരുടെ സങ്കേതത്തിലേക്ക് എത്തും. അവിടെ എത്തിയതിനു ശേഷം മാലി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതി നൽകിയതിനു ശേഷമായിരിക്കും വരുന്നത് ഇവിടെ നാട്ടിലേക്ക് മടങ്ങുക. ഈ ആക്രമണത്തെ ചൊല്ലിയുള്ള ഒരു പരാതി നൽകുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞു. എന്തായാലും MP തലത്തിൽ ഉൾപ്പെടെ ഈ ഒരു ഇടപെടൽ നടത്തുന്നത്, കാരണം ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകി അവർ വേണ്ട സഹായം നൽകാമെന്ന് പറയുന്നു. പക്ഷെ അത് ഊർജിതമാക്കണമെങ്കിൽ ഇവിടെ നിന്നുള്ളൊരു ബലം കൂടി വേണം എന്നാണ് കുടുംബം പറയുന്നത്. അതിലേക്ക് വേണ്ടി MP തലത്തിൽ നോക്കുന്നു. അതാണ് മാധ്യമങ്ങളെ ഉൾപ്പെടെ അവർ ശ്രദ്ധ നേടിയത്. എന്തായാലും വളരെ ഗൗരവമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഇവിടെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ ഇതിനൊക്കെ ഒരു നിയമ പോരാട്ടങ്ങളും നടത്താം. 8ാം ക്ലാസ്സുകാരനാണെങ്കിൽ പോലും ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു സഹായമെങ്കിലും ലഭിക്കും. ഇത് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കുടുംബം എന്നുള്ളതാണ് അവരുടെ ആവലാതി. എന്തായാലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സങ്കടമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സ്മിതയുടെ കുടുംബം. അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് ചെലവൂരിൽ പെൺകുട്ടിയെ കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. മുഴിക്കൽ സ്വദേശി നസ്രീനെയാണ് കൊല്ലപ്പെട്ടത്. 16 വയസ്സായിരുന്നു. ബന്ധുവായ ആദിനാൻ എന്ന യുവാവാണ് കൊലപ്പെടുത്തിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ താമസിച്ചിരുന്ന യുവാവിനെ സ്വഭാവദൂഷ്യം കാരണം 4 മാസം മുമ്പ് മാറ്റിയിരുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. അതെ, ഇപ്പം പ്രിലിമിനറി ആയിട്ട് അതാണ് ഞങ്ങളുടെ ഫൈൻഡിങ്. ഇനി ബാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അല്ല, അത് ഇപ്പോഴേ പറയാറായിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും പറയാൻ പറ്റും. അപ്പൊ അത് പോസിബിൾ സൂയിസൈഡ് ആണ്. പക്ഷെ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കൊച്ചിയിലേക്ക്. ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരും. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ചയാകും. കേസിൽ ദീപക് പട്ടോവാരിക്ക് ജാമ്യമില്ല. എറണാകുളം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി. ആജ്ഞ ചേരുകയാണ് വിവരങ്ങളുമായി. ആജ്ഞ, ഇപ്പോൾ കുറേ നാളായി മുന്നോട്ട് പോകുന്ന ഒരു അന്വേഷണമാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്തമായിട്ടൊരു കസ്റ്റംസ് മീറ്റിംഗ് 20-ാം തീയതി ചേരുകയാണ്. ഇരു രാജ്യങ്ങളിലെയും കസ്റ്റംസ് ഓഫീസർമാർ പങ്കെടുക്കുന്ന യോഗമായിരിക്കും. 20-ാം തീയതി മുതലാണ് യോഗം തുടങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിൽ വലിയ തോതിലാണ് ഇന്ത്യയിലേക്ക് ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി വാഹനങ്ങൾ കടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇതിനകം കണ്ടെത്തിയിരുന്നതാണ്. നമുക്ക് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള 36ഓളം വാഹനങ്ങൾ കൊച്ചിയിൽ നിന്നും തന്നെ പിടിച്ചെടുത്ത സാഹചര്യവും നമുക്കറിയാം. ഒരു സാഹചര്യത്തിൽ വലിയ അന്വേഷണത്തിൽ തന്നെയാണ് കസ്റ്റംസ് ഉള്ളത്. അതേസമയം ഈ പശ്ചിമ ബംഗാൾ സ്വദേശി വിശ്വദീപ് ദാസിനെ ആയിരുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നത്. അയാൾ ഒരു പ്രമുഖ IT കമ്പനിയിലെ സീനിയർ എഞ്ചിനീയർ കൂടിയാണ്. പക്ഷേ ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച ദീപക് പട്ടോവാരി അത് അസമിലെ ഒരു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. ഈ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ ആണ് വ്യാജരേഖ ചമച്ചതും 460ഓളം വാഹനങ്ങൾക്കാണ് വ്യാജരേഖ ചമച്ചത്. ഇതിനകം 15,846 വാഹനങ്ങളാണ് ഇന്ത്യയിൽ മാത്രം വിറ്റഴിച്ചത് എന്നുള്ളതാണ്, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതും വ്യാജരേഖകൾ ചമച്ച് ഇതിൽ 90%
വ്യാജരേഖകൾ തന്നെയാണ് എന്നുള്ള കാര്യവും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഓപ്പറേഷൻ നുംകൂറിൻ്റെ ഭാഗമായി വലിയ മൂവ് തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഷില്ലോങ്ങിലെ കസ്റ്റംസിൻ്റെ സഹായത്തോടു കൂടിയാണ് ദീപക് പട്ടോവാരി ഉൾപ്പെടെയുള്ള ആളുകളെ അസമിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദീപക് പട്ടോവാരി ഉൾപ്പെടെ 4 പേരെയാണ് അസമിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ ആദ്യം സൂചിപ്പിച്ച വിശ്വദീപ് ദാസ് മാത്രമാണ് ബംഗാളി സ്വദേശി, ബാക്കിയുള്ളവരെല്ലാം അസമിൽ നിന്നുള്ളവരാണ്. ഈ ദീപക് പട്ടോവാരിയുടെ ജാമ്യം പരിഗണിക്കുന്നത് കോടതി തള്ളുകയുണ്ടായി. ജാമ്യ ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് മാർച്ച് 13 ദീപക് പട്ടോവാരിയോട് കീഴടങ്ങാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നതാണ്. കീഴടങ്ങാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതല്ല എന്നുള്ളതാണ് എറണാകുളം സെഷൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അറിയിച്ചത്. എന്തായാലും ഓപ്പറേഷൻ നുംകൂറുമായി ബന്ധപ്പെട്ട് വലിയ മൂവാണ് ഇരു രാജ്യങ്ങളുടെയും കസ്റ്റംസ് വിങ് ഉൾപ്പെടുത്തി തയ്യാറായിരിക്കുന്നത് വലിയ മൂവാണ് ഈ കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് 20-ാം തീയതി മുതൽ യോഗം ചേരുമ്പോൾ ഉണ്ടാവുക എന്നാണ്. കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കും, കൂടുതൽ അറസ്റ്റുകൾ ഒരുപക്ഷെ ഉണ്ടാകും. അതുമാത്രമല്ല, ഇരു രാജ്യങ്ങളിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തുന്ന വാഹനങ്ങളല്ലാതെ തന്നെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത വീണ്ടും തിരിച്ച് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളും ഇത്തരത്തിൽ വ്യാജരേഖകൾ ചമച്ചിട്ടാണ്, മതിയായ രേഖകളില്ലാതെ തന്നെയാണ് വിറ്റഴിക്കുന്നത് എന്നുള്ള കാര്യവും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു നീക്കത്തിന്, അതായത് 20-ാം തീയതി മുതൽ ഇരു രാജ്യങ്ങളുടെയും കസ്റ്റംസ് വിഭാഗങ്ങൾ ചേരുന്ന യോഗത്തിന് വലിയ പ്രാധാന്യമാകും ഉണ്ടാകുക. ഓപ്പറേഷൻ നുംകൂറിന് പഴുതടച്ചിട്ടുള്ള എല്ലാ നീക്കവുമായിരിക്കും ഇരു രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത്. 5 സീറ്റിൽ ജയമുറപ്പെന്ന് BJP കോർ കമ്മിറ്റി. 7 സീറ്റ് വരെ കിട്ടാം. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട്, കാട്ടാക്കട മണ്ഡലങ്ങളിലാണ് ജയസാധ്യത. ഷോൺ ജോർജിനെതിരെ BJP കോർ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വേണമെന്ന് കോർ കമ്മിറ്റിയിൽ ആവശ്യവും ഉണ്ടായി. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇതിലിപ്പോൾ നേരത്തെ ലിസ്റ്റിലുണ്ടായിരുന്നത്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട്. പക്ഷേ കാട്ടാക്കട കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതെന്താണ് അതിൻ്റെ ഒരു രസതന്ത്രം? ഒപ്പം മറ്റു കൂടുതൽ സീറ്റുകൾ ഇവർ പ്രതീക്ഷിക്കുന്ന ഏതൊക്കെയാണ്? BJPയുടെ ഓൺലൈൻ കോർ കമ്മിറ്റി യോഗമാണ് ഇന്നലെ ചേർന്നത്. അതിലാണ് ഈ 5 സീറ്റുകളിൽ വിജയസാധ്യത എന്ന കണക്ക് നേതൃത്വം അവതരിപ്പിച്ചത്. നേരത്തെ തന്നെ നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട് മണ്ഡലങ്ങളിൽ BJP ജയിക്കുമെന്നവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതാണ്. അതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് നേമത്തിന് തന്നെയാണ്. അതിനൊപ്പം അവിടെ കാട്ടാക്കട കൂടി വരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാട്ടാക്കടയിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടന്നു. 3 തവണ അവിടെ മത്സരിച്ച നേതാവാണ് PK കൃഷ്ണദാസ്. അദ്ദേഹം അവിടെ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു. BJPക്ക് രാഷ്ട്രീയമായി തന്നെ വളർച്ചയുള്ള തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ, പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് കാട്ടാക്കട. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വിജയത്തിലേക്ക് എത്താം. ത്രികോണ പോരാട്ടം, ശക്തമായ ത്രികോണ പോരാട്ടം വരികയും അവിടെ BJPയുടെ വോട്ടുകളും വ്യക്തിപ്രഭാവം കൊണ്ട്, കൃഷ്ണദാസിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ലഭിക്കാവുന്ന വോട്ടുകളും സർക്കാരിന് നെഗറ്റീവ് വോട്ടുകളും പരമാവധി ശേഖരിക്കാൻ കഴിഞ്ഞാൽ വിജയിക്കാമെന്ന് നേരത്തെ BJP കണക്ക് കൂട്ടിയതാണ് അവിടെ. പക്ഷേ ഇപ്പോൾ അവർ അത്തരമൊരു വലിയ പ്രതീക്ഷ കാട്ടാക്കട കൂടി BJP മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിലും തിരുവല്ലയിലും വലിയ വിജയസാധ്യത BJP കാണുന്നുണ്ട്. തൃശ്ശൂരിൽ ത്രികോണ പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്തജ വേണുഗോപാൽ വരുമ്പോൾ അവിടെ ഒരു സാധ്യത BJP അവസാന ഘട്ടത്തിൽ കാണുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം കാണുന്നു. തിരുവനന്തപുരത്തും UDFും LDFും തമ്മിൽ നേർക്കുനേർ പോരാട്ടം എന്നായിരുന്നു ഒരു പൊതുധാരണ. പക്ഷേ അവിടെ BJPക്ക് നഗരസഭയിൽ തന്നെ വലിയ മേധാവിത്വമുള്ള വാർഡുകളുണ്ട്. ആ ഭാഗങ്ങൾ കൃത്യമായ വോട്ടുകൾ BJPയിലേക്ക് വന്നാൽ അവിടെ ജയിച്ചു കയറാമെന്നൊരു വിശ്വാസമാണ് ഇപ്പോൾ BJP കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിരിക്കുന്നത്. ഇന്നലെ മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സഭാ നേതൃത്വങ്ങൾക്കെതിരെ വലിയ വിമർശനം PC ജോർജും അതുപോലെ തന്നെ ഷോൺ ജോർജും നടത്തിയിരുന്നു. അതിനെതിരെ രൂക്ഷ വിമർശനം കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായി. ക്രൈസ്തവ സഭകളെ ഒന്നടങ്കം വിമർശിച്ച് തെറ്റെന്നായിരുന്നു കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായം. ഈ വിഷയത്തിൽ പാർട്ടി കൃത്യമായ നിലപാട് എടുത്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഷോൺ ജോർജിൻ്റെയും PC യോടെയും നടപടി തെറ്റായിപ്പോയി എന്ന് അനൂപ് ആന്റണി അടക്കമുള്ള BJPയുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കമുള്ളവർ വിമർശിച്ചു. BJPയുമായി വിട്ടുനിൽക്കുന്നവർ മാത്രമല്ല, നന്നായി സഹകരിക്കുന്ന സഭാ നേതൃത്വങ്ങളുമുണ്ട്. അവരെ പിണക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വേണമെന്ന ആവശ്യം പൂന്തുറ സോമനാണ്, ഈ വൈസ് പ്രസിഡന്റ്, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോമനാണ് ആവശ്യപ്പെട്ടത്. പാലക്കാട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയുടെ വനിതാ നേതാവുമായി ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഫോൺ സന്ദേശം, അതിൽ തന്നെ അപമാനിക്കുന്ന തരത്തിൽ വലിയ പരാമർശങ്ങളുണ്ട്. അത് പൊതുസമൂഹത്തിന് മുന്നിലും കുടുംബത്തിന് മുന്നിലും താൻ നാണം കിട്ടും. കോർ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമാണ് ശോഭയ്ക്കെതിരെ പൂന്തുറ സോമൻ നടത്തിയത്. ശോഭയ്ക്ക് നടപടി വേണമെന്ന ആവശ്യവും കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു. ഏതായാലും ഈ വിശദമായ ചർച്ചകളിലേക്ക് BJP കടക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിലടക്കം, ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്ന ആരോപണങ്ങളിലടക്കം വിശദ ചർച്ചയുണ്ടാകും. ഏതായാലും 5 സീറ്റിൽ വിജയസാധ്യത എന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു BJP കേന്ദ്രങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വിലയിരുത്തലാണ് കോർ കമ്മിറ്റി യോഗത്തിൽ ഇന്നലെ ഉണ്ടായത്.
ശരി. വോട്ടെടുപ്പിന് ശേഷമുള്ള അന്തിമ കണക്കെടുപ്പ് വന്നതോടെ മുന്നണി നേതൃത്വങ്ങൾക്ക് ആത്മവിശ്വാസം കുറയുന്നു. 90 സീറ്റ് നേടി വിജയമെന്ന് അവകാശപ്പെട്ട CPM ഇപ്പോൾ 75 സീറ്റ് നേടി ഭരണ തുടർച്ചയെന്ന നിലപാടിലാണ്. തരംഗമെതിരായാൽ 6 മന്ത്രിമാർ വരെ തോൽക്കാമെന്നും CPM വിലയിരുത്തി. ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റുകൾ, അത് മണ്ഡലം കമ്മിറ്റികൾ സ്വീകരിച്ച് നൽകിയ കണക്ക് പരിശോധിക്കുമ്പോൾ CPM-ന് ഒരു 80 സീറ്റിന് മുകളിൽ അവർ ഉറപ്പിക്കുന്നു. പക്ഷേ പൂർണ്ണമായും ആ കണക്കുകളെ CPM നേതൃത്വം മുഖവിലേക്ക് എടുക്കുന്നില്ല. അത് മുൻകാല അനുഭവങ്ങൾ തന്നെയാണ് അവരെ അത്തരമൊരു തീരുമാനത്തിൽ പ്രേരിപ്പിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിടിച്ചു നിൽക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം എന്നൊക്കെ വലിയ കണക്കുകൾ കീഴ്ഘടകങ്ങൾ പാർട്ടിക്ക് നൽകിയിരുന്നു. പണ്ടത്തെ പോലെ ഈ കണക്കുകൾ അത്രയ്ക്ക് അങ്ങ് ശരിയാവുന്നില്ല എന്ന സ്ഥിതി CPM-ന്. അതുകൊണ്ടാണ് CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി ചേർന്നപ്പോൾ ഈ ജില്ലാ ഘടകങ്ങളുടെ കണക്ക് അതേപടി വിശ്വസിക്കാതെ ഒന്നുകൂടി അവർ കൂടുതൽ പരിശോധനകൾ നടത്തി ഒരു കണക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന 60 സീറ്റുകൾ വിജയസാധ്യത ഉറപ്പ് എന്ന് CPM കണക്ക് കൂട്ടുന്നു. 60 സീറ്റുകളിൽ 100% വിജയിക്കാവുന്ന 60 സീറ്റുകളുണ്ട്. മറ്റു സീറ്റുകളുടെ കാര്യത്തിൽ 80% ജയിക്കാവുന്ന 10-15 സീറ്റുകളുണ്ട്. അതിനും അപ്പുറത്തേക്ക് 50-50 വലിയ അതിശക്തമായ പോരാട്ടം നടക്കുന്ന സീറ്റുകളിൽ 50-50 പോരാട്ടം. അങ്ങനെയാണ് ഈ 87-91 എന്ന കണക്കുകളിലേക്കൊക്കെ CPM നേതൃത്വം എത്തുന്നത്. MV ഗോവിന്ദൻ പറഞ്ഞ 90 ഉറച്ച ജയസാധ്യത 90 സീറ്റുകളല്ല, അല്ലെങ്കിൽ 90-ന് മുകളിലേക്ക് പോകുന്ന ഉറച്ച ജയസാധ്യതയുള്ളതല്ല. അത് 60-65 പരമാവധി 60 സീറ്റുകൾ മാത്രമേ അത്ര ഒരു വിജയസാധ്യത CPM കാണുന്നുള്ളൂ. 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടുമെന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടത്. പക്ഷേ 1 ഡസൻ ഇല്ലെങ്കിൽ പോലും 1/2 ഡസൻ മന്ത്രിമാർ ഇങ്ങനെ തുരാസിലാണ് എന്നുള്ളത് വസ്തുതയാണ്. P. രാജീവ് അവിടെ ഒരു UDF അനുകൂല മണ്ഡലമാണ്. പക്ഷേ അതിശക്തമായ പോരാട്ടം, ഒരു ഘട്ടത്തിൽ രാജീവ് വലിയ ഭൂരിപക്ഷം ജയിക്കുമെന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കിയ മണ്ഡലം കൂടിയാണ് കളമശ്ശേരി. പക്ഷേ അവിടെ അവസാന ഘട്ടത്തിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. എന്നാലും പ്രതീക്ഷ പൂർണ്ണമായും P. രാജീവും അല്ലെങ്കിൽ CPM കൈവിടുന്നില്ല. അവിടെ ജയിച്ചു വരാൻ തന്നെ സാധ്യതയുണ്ടെങ്കിലും അത്ര അനായാസം ജയിക്കാവുന്ന മണ്ഡലമായല്ല അത് കണക്കുകൂട്ടും. തൃത്താല ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ, ഈ കളമശ്ശേരിയും സമാനമാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആർക്ക് അനുകൂലമെന്നത് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ തൃത്താല കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടത്തിലൂടെയാണ് ബലറാമിനെ മറികടന്ന് MP രാജേഷ് ജയിച്ചു വരുന്നത്. അവിടെയും ന്യൂനപക്ഷ വോട്ടുകളുടെ എണ്ണം, അവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിശക്തമായ പോരാട്ടം അവിടെ നടത്തിയിട്ടുണ്ട്. രാജേഷ് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് അവിടെ മത്സര രംഗത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരുപക്ഷെ ജയിച്ചു വരാം, ചെറിയ വോട്ടുണ്ടെങ്കിലും ജയിച്ചു വരാം തന്നെ CPM-ന്റെ കണക്ക്. അപ്പോഴും MP രാജേഷിന്റെ കാര്യത്തിലും അത്ര ഉറപ്പ് CPM-നില്ല. V. ശിവൻകുട്ടി ഒരു 5000 വരെയെങ്കിലും വോട്ട് ജയിക്കുമെന്നാണ് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അവിടെ പല ഘടകങ്ങളുണ്ട്. ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വോട്ടുകൾ പിടിക്കുന്നത് മാത്രമല്ല, ശബരിനാഥൻ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകളാണ് കൂടുതൽ പിടിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ വെല്ലുവിളിയാകാം. അങ്ങനെയല്ല, ശബരിനാഥന്റെ പ്രചരണ രീതി അനുസരിച്ച് സ്വാഭാവിക ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പിടിച്ചേക്കാം. അങ്ങനെ 30,000-ഓളം വരും ഇവിടെ മുസ്ലിം വോട്ടുകൾ. ആ വോട്ടുകളിൽ ഒരു 80% ലഭിച്ചാൽ മാത്രമേ ശിവൻകുട്ടിക്ക് ജയം ഉറപ്പിക്കാൻ കഴിയൂ. 1000 വോട്ടെങ്കിലും അതിൽ ലഭിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. അതിൽ എത്ര വോട്ട് ശബരിനാഥൻ കൂടി പിടിക്കുമെന്ന് വളരെ നിർണായകമാണ്. പ്രാദേശിക കണക്കെടുപ്പുകൾ പൂർത്തിയാവുന്നതോടെ 100 സീറ്റെന്ന അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയി UDF നേതൃത്വവും. ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിക്കുമ്പോഴും 80 മുതൽ 85 വരെ സീറ്റുകൾ നേടാമെന്നാണ് കണക്കുകൾ. പാലക്കാട് ജില്ലയൊഴികെയുള്ള ഇടതു കേന്ദ്രങ്ങളിൽ നേട്ടമുണ്ടാക്കുമെന്നും UDF വിലയിരുത്തുന്നു. ഈ പ്രതിപക്ഷ നേതാവ് അടക്കം വലിയൊരു, അതായത് 100 സീറ്റ് എന്ന ഒരു രാഷ്ട്രീയമായ ആത്മവിശ്വാസം കലർന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ അന്തിമമായ, അല്ലെങ്കിൽ അന്തിമമായേക്കാവുന്ന കണക്കുകൾ, ഈ ശതമാന കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ 85 സീറ്റുകൾ വരെ ഉറപ്പ്, 85-ന് മുകളിലേക്ക് പോകാനേ സാധ്യതയുള്ളൂ. അതായത് ഒരു തരംഗമാഞ്ഞു വീശിയാൽ അത് 90 വരെ എത്താം എന്ന വിലയിരുത്തലിലേക്കൊക്കെയാണ് കോൺഗ്രസ് ക്യാമ്പ് എത്തി നിൽക്കുന്നത്. അതിൽ തന്നെ ജില്ലകൾ തിരിച്ചുള്ള കണക്കുകളൊക്കെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്ന കാര്യം, ലീഗ് നേതൃത്വം, അതായത് ലീഗിന്റെ 25ഓളം സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറും. ലീഗ് ഒരു ചരിത്ര വിജയം ഇത്തവണയും മലബാറിൽ ആവർത്തിക്കുമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ലീഗിന്റെ ഒരു വനിതാ MLA ഇത്തവണ സഭയിലേക്ക് എത്തിയേക്കും. നമുക്കറിയാം, TP രാമകൃഷ്ണനെതിരെയാണ് ഫാത്തിമ തഹ്ലിയ മത്സരിച്ചത്. അവിടെ TP രാമകൃഷ്ണൻ വലിയ വെല്ലുവിളിയാണ് തഹ്ലിയ ഉയർത്തിയത്. ഒരുപക്ഷെ അവർ ഒരു ചരിത്ര വിജയവുമായി നിയമസഭയിലേക്ക് എത്തിയേക്കും എന്ന് തന്നെയാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ, അതായത് കഴിഞ്ഞ ഏതാണ്ട് 10-20 വർഷമായി കോഴിക്കോട് നിന്ന് ഒരു MLA ഇല്ല UDF-ന്. ആ പതിവ് ഇത്തവണ മാറും. 3 പേരെങ്കിലും, കുറഞ്ഞത് 3 പേരെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ കോഴിക്കോട് നിന്ന് ജയിച്ചു കയറുമെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം വയനാട് ഫണ്ട് വിവാദം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിനെ അവിടെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടായെങ്കിലും IC ബാലകൃഷ്ണൻ, അതോടൊപ്പം കൽപ്പറ്റയിൽ T. സിദ്ദിഖും, ഈ രണ്ടുപേരും സുൽത്താൻ ബത്തേരിയിലും അതോടൊപ്പം കൽപ്പറ്റയിലും വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം കണ്ണൂരിൽ ഇടത് കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ
ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കെ സുധാകരനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹം അവസാന സമയത്ത് പ്രചാരണ രംഗത്ത് സജീവമായത് പേരാവൂരിലടക്കം വലിയ തരത്തിൽ പ്രതിഫലിക്കും. കെ ശൈലജയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വലിയ മാർജിനിൽ ഏതാണ്ട് 9,000 മുതൽ 13,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് ജയിച്ച കയറും. ഇരിക്കൂർ അവർ ഉറപ്പ് പ്രതീക്ഷിക്കുന്ന സീറ്റാണ്. അതുപോലെ TO മോഹനന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് കണ്ണൂർ സീറ്റിൽ. പക്ഷേ അവിടെയും ഒരു ട്രെൻഡ് ഉണ്ടായാൽ കണ്ണൂരും നിലനിർത്താനാകുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കണ്ണൂർ സീറ്റിൽ ജയിച്ചു കയറാനാകുമെന്ന വിലയിരുത്തലാണ് UDF ക്യാമ്പുള്ളത്. അവിടെ നിന്ന് പാലക്കാടേക്ക് എത്തുമ്പോഴാണ് ആശങ്കകൾ നിലനിൽക്കുന്നത്. അതായത് പാലക്കാട് ഒരു 3 സീറ്റുകൾക്കപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഒരു വലിയ ട്രെൻഡ് ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് കോൺഗ്രസ് ക്യാമ്പ് നൽകുന്ന സൂചന. തൃശ്ശൂരിൽ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയും എന്ന TN പ്രതാപൻ അടക്കം ജയിച്ചു കയറുമെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പിന്നീട് എറണാകുളത്ത് ഏറ്റവും കുറഞ്ഞത് 10 സീറ്റുകൾ എങ്കിലും ലഭിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. പ്രതിപക്ഷ നേതാവ് മുഴുവൻ സീറ്റുകളും വിജയിക്കുമെന്ന് പറയുമ്പോൾ 10 സീറ്റുകളിലെങ്കിലും എറണാകുളത്തും വിജയം ഉറപ്പ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ചരിത്രത്തിൽ മുസ്ലിം ലീഗിന് ഏറ്റവും അധികം MLA-മാർ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് ഇതാകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സാമുദായിക ധ്രുവീകരണമല്ല, സർക്കാരിനെതിരായ വികാരമാണ് പ്രതിഫലിക്കുക. ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ ആലോചിച്ചിട്ടില്ല. MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് മന്ത്രിമാർ ഉണ്ടാകും. അത് എത്രയെന്ന് മുന്നണി ആലോചിച്ച് തീരുമാനിക്കുമെന്നും PMA സലാം ന്യൂസ് 18 പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് നമ്മോടൊപ്പം ചേരുന്നത്. സലാംക്ക, മുസ്ലിം ലീഗ് ഇതുവരെ ഇല്ലാത്തൊരു വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ പോളിംഗ് ശതമാനം വന്നതിന് ശേഷം എന്നാണ് കേൾക്കുന്നത്. എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? പരമാവധി സീറ്റുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് MLA-മാരുണ്ടാകുന്ന ഒരു കാലഘട്ടം ഇതായിരിക്കും. അത്രത്തോളം വിജയസാധ്യതയാണ്. ഞങ്ങൾ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുമ്പോഴുണ്ടായിരുന്ന സാഹചര്യം പ്രവർത്തനങ്ങളുമായി ബൂത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങളുമായി സംവദിച്ചപ്പോൾ കൂടുതൽ ഉറപ്പായി. പോളിംഗ് ആയതോടുകൂടി കൂടുതൽ വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടാകാൻ സഹായിച്ചിട്ടുണ്ട്. UDF-ന് എത്ര സീറ്റ് കിട്ടും? 100+ ആണല്ലോ UDF-ന്റെ നേരത്തെയുള്ള നിലപാട്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം കേരളത്തിലില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കിയപ്പോൾ അന്ന് പ്രധാനമായിട്ടും വിലയിരുത്തൽ വന്നത് ഒരു ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട്. സാമുദായിക ധ്രുവീകരണം എന്ന് ഇടതുപക്ഷം പറയുന്ന അത്തരത്തിലൊരു ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ടെന്ന് അത് ഇത്തവണ ഉണ്ടാവുന്ന കരുതുന്നു. ഇത് സാമുദായിക ധ്രുവീകരണമൊന്നുമല്ല കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഭരണത്തോടുള്ള പ്രതിഷേധമാണ്. 10 വർഷമായി കേരള ജനത അനുഭവിക്കുന്ന ആ ദുരിതങ്ങളാണ് അവരെ ഈ ഗവൺമെൻറ് പോകണം എന്ന് തീരുമാനിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുണ്ടാകും, ഒരു സംശയമില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലുണ്ടാകും. ആ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതലുള്ളത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ, സഖാവ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും ഈ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് വിശ്വസിക്കുന്നവരുമായ കമ്മ്യൂണിസ്റ്റുകൾ UDF-ന് വോട്ട് ചെയ്യും. അതുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളടക്കം കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളടക്കം UDF ജയിക്കും. അങ്ങ് പറഞ്ഞിരുന്നു SDP ഇടതുപക്ഷമായിട്ട് കൂട്ടുകെട്ട് പല മണ്ഡലങ്ങളും ഉണ്ടെന്ന്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? സംഘടനാപരമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ വോട്ടർമാർ, ജനങ്ങൾ, അവരോടൊപ്പം നിൽക്കുന്നവർ വോട്ട് ചെയ്യില്ല. ഇന്നലെ വരെ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് മാറ്റിപ്പറയുന്നത് എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് കഴിയണ്ടേ. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു ഫലവും ഉണ്ടാവില്ല. ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചയാവുന്നൊരു കാര്യം ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചോദ്യമാണ്. എന്താണ് അങ്ങയുടെ ഒരു മനസ്സിൽ ആരായിരിക്കും? കോൺഗ്രസിൽ ആരെങ്കിലും ആവുന്ന ഉറപ്പാണ്, എന്നാലും ആർക്കാണ് സാധ്യത? UDF-ന്റെ ഒരു MLA ആയിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അത് അന്ന് പറഞ്ഞു തന്നെയാണല്ലോ. എന്നാലും ഒരുപാട് നല്ല പേരുകളുടെ VD സതീശനാണ്. ധാരാളമുണ്ട്. ജയിച്ചു വരുന്ന MLA-മാർ മുഴുവൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. അത് കോൺഗ്രസിനാണല്ലോ മുഖ്യമന്ത്രി പദം. കോൺഗ്രസ് ഒരാളെ തീരുമാനിക്കും, മുന്നണി അത് അംഗീകരിക്കും. ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും. ഞങ്ങളത് ആവശ്യപ്പെട്ടില്ലല്ലോ. കിട്ടുമെന്ന് ചോദിക്കാൻ ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല ഇതുവരെ. എത്ര മന്ത്രിമാരുണ്ടാവും സാധ്യത? അത് MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് UDF കൂടി ചേർന്ന് തീരുമാനിക്കും. 5 മന്ത്രി ഉണ്ടാവും. 5, 6, 7, 8 ഒക്കെ ആവാം. പക്ഷേ MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് എല്ലാ ഘടകകക്ഷികളും തമ്മിൽ ഇരുന്ന് വീതിച്ചെടുക്കും. അതായത് 20-ലേറെ MLA-മാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് 5-ാം മന്ത്രിക്ക് സാധ്യതയുണ്ട്. അല്ല, കണക്കൊക്കെ നിങ്ങൾ കൂട്ടിക്കോ. ഞങ്ങളിപ്പോൾ കണക്കൊന്നും കൂട്ടുന്നില്ല, ഡിമാൻഡും ഇല്ല.
മുസ്ലിം ലീഗിന് ഒരു ഡിമാൻഡ് ഇപ്പോൾ ഇല്ല. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം UDF ചേർന്നിട്ട് ഞങ്ങൾ പൊതുവായി ഒരു തീരുമാനം എടുക്കും. കൊടുക്കലും വാങ്ങലൊന്നുമില്ല, ഞങ്ങൾ യോജിച്ചിരുന്നിട്ട് ഒരു തീരുമാനം എടുക്കും. അതാണ് UDFൻ്റെ ഒരു രീതി. അതിൽ ഈ MLA-മാരുടെ എണ്ണം എന്ന് പറയുമ്പോൾ പലതവണ മത്സരിച്ചവരും ആദ്യം മത്സരിച്ചവരൊക്കെ സ്വാഭാവികമായിട്ടും എത്തുമല്ലോ. മന്ത്രിസ്ഥാനം ആർക്കൊക്കെ കൊടുക്കുന്നുള്ള കാര്യത്തിൽ എങ്ങനെയൊക്കെ ഒരു പരിഗണന വരിക? സീനിയോറിറ്റി മാത്രമായിരിക്കും? അല്ല, അത് പാർട്ടി തീരുമാനിക്കും. അത് പിന്നെ മന്ത്രിമാരുടെ എണ്ണവും മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണവും മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ മന്ത്രിമാർ ആരാണെന്ന് തീരുമാനിക്കേണ്ടി വരും. അപ്പോഴല്ലേ റിസൾട്ട് വന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ തീരുമാനിച്ചാൽ ആരെങ്കിലും പിന്നെ ജയിക്കാതെ പോയാലോ? അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് വന്നതിന് ശേഷം കൃത്യമായി ഇപ്പോൾ MLA സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച പോലെ ഒരു പ്രശ്നമില്ലാതെ തീരുമാനിക്കും. വിസ്മയം. ഇപ്പോൾ ഒരു ട്രെൻഡ് വിസ്മയത്തിൻ്റെ ട്രെൻഡാണ്. അതവിടെയും ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണെങ്കിലും വിസ്മയമാണ് ട്രെൻഡ്. UDFൻ്റെ ഫലം വിസ്മയിപ്പിക്കുന്നതാകും. അതിനുശേഷം ലീഗിൻ്റെ പ്രഖ്യാപനങ്ങളും വിസ്മയിപ്പിക്കുന്നതാകുമെന്നാണ് PM സലാം വ്യക്തമാക്കുന്നത്. CB അനുമോദ്, ന്യൂസ് 18. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക നാവിക ഉപരോധം തുടങ്ങി. 15 പടക്കപ്പലുകളാണ് അമേരിക്ക ഇതിനായി വിന്യസിച്ചത്. ഇറാൻ തുറമുഖങ്ങളിലേക്കും പുറത്തേക്കും എത്തുന്ന കപ്പലുകൾ തടയും. എന്നാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം നടത്തുന്ന കപ്പലുകളെ തടയില്ല. ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമാക്കാൻ ഇറാനുമേൽ ഗൾഫ് രാജ്യങ്ങളും സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ഹോർമുസ് വിലപേശലിന് ഉപയോഗിക്കരുതെന്ന് ഇറാനോട് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കാലാവധി അവസാനിക്കും മുൻപ് വ്യാഴാഴ്ച US ഇറാൻ പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ 2ാം റൗണ്ടിൽ ഒരുപക്ഷെ ചർച്ച നടത്തിയേക്കും. നയതന്ത്ര ചർച്ചകൾക്കുള്ള ശ്രമങ്ങളും സജീവമാണ്. ഇസ്ലാമാബാദിലോ ജനീവയിലോ വെച്ച് ചർച്ചയ്ക്ക് വഴി ഒരുക്കാനാണ് ശ്രമം. 2 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ലെന്ന് ഇസ്ലാമാബാദ് ചർച്ചകളിൽ US ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 5 വർഷത്തേക്ക് യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ മൊറട്ടോറിയത്തിന് ഇറാൻ തയ്യാറായേക്കും. പന്ത് ഇറാന്റെ കോർട്ടിലാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചു. മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെ സ്വയം യേശുവായി ചിത്രീകരിച്ച് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റ് ചർച്ചയാകുന്നു. രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിക്കുന്ന AI ചിത്രമാണ് ട്രംപ് പങ്കുവച്ചത്. അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലത്തിലുള്ളതാണ് ചിത്രം. സൈനികർ, വിമാനങ്ങൾ, നഴ്സുമാർ, രോഗി തുടങ്ങിയവ ഉൾപ്പെടുത്തിയായിരുന്നു AI ചിത്രം. സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ശനിയാഴ്ച നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനെതിരെ ട്രംപ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സമൂഹമാധ്യമത്തിൽ AI ചിത്രവും പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ചിത്രം ട്രംപ് പിൻവലിച്ചു. ലോകവ്യാപകമായി ട്രംപിനെതിരെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. അഹംഭാവത്തിന്റെ മൂർത്തിഭാവമാണ് ട്രംപെന്ന് ഗ്ലോബൽ കാത്തലിക് കോൺഫറൻസ് പ്രതിനിധി അഡ്വക്കേറ്റ് PP ജോസഫ് പറഞ്ഞു. മറ്റു പലർക്കും ഇത് തുറന്നു പറയാൻ ധൈര്യമില്ലാത്തപ്പോൾ ആർക്കെങ്കിലും ധൈര്യം വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കക്കാരനായ മാർപ്പാപ്പ ഈ വിഷയത്തിൽ ട്രംപിനോട് പ്രതികരിച്ചത്. നമുക്ക് ഈ ലോകത്തിൽ വേണ്ടത് ശാന്തിയും സമാധാനമാണ്, അല്ലാതെ യുദ്ധവും അക്രമവും അല്ല. ശിലായുഗത്തിലും മധ്യയുഗത്തിലും നടന്ന കണക്ക് അക്രമത്തിലൂടെയും യുദ്ധങ്ങളിലൂടെയും രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും രാജ്യങ്ങളെ ഇല്ലാതാക്കുവാനും അല്ല ചെയ്യേണ്ടത്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവർക്കും സമാധാനവും സമത്വവും ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പര ധാരണയിലൂടെ, പരസ്പര സംസാരത്തിലൂടെ ലോകത്ത് സമാധാനം വരുത്തണം എന്നാണ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. പിന്നെ ട്രംപ് തന്റെ ഇച്ഛാഭംഗം കൊണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് നിലയിലുള്ള അതിന്റെ അഹംഭാവത്തിന്റെ മൂർത്തിഭാവം ആയതുകൊണ്ടും ഒക്കെ ഇങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നശീകരണ ശക്തിയുടെ ലക്ഷണം കാണിക്കുന്ന ഭരണാധികാരിയാണ് ട്രംപെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ വിമർശിച്ചു. സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ സംജാതമാക്കണം. അതാണ് ഭരണാധികാരികളുടെ അടിസ്ഥാനപരമായ ധർമ്മം എന്ന് പറയുന്നത്. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. അത് പറയുമ്പോൾ മാർപ്പാപ്പയ്ക്കെതിരായി പറയുന്ന ട്രംപ് ഒരു നശീകരണ ശക്തിയുടെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ കാണണം. ഇത് ആരാണേലും ഇത് നമുക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. ജാതിയുടെ, മതത്തിന്റെ, വംശത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ആക്രമിച്ച് കീഴടക്കുന്നതല്ല, അവരെയും ചേർത്ത് നിർത്തി എല്ലാവർക്കും സ്നേഹത്തോടെ എല്ലാവരോടും ഇടപെടാൻ സാധിക്കുക. അതാണ് ശരിക്കും യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണ് ബൈബിളില്? ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ നിന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോ കണ്ടപ്പോൾ രക്തം തിളച്ചുവെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു.
ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നന്മകളിൽ ഒന്നാണ് യേശുക്രിസ്തു. അദ്ദേഹത്തെ എല്ലാ മതങ്ങളും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. സമാധാനത്തിന്റെ രാജാവാണ്. പ്രിൻസ് ഓഫ് പീസ് എന്നാണ് പോപ്പ് ഉപയോഗിക്കുന്നത്. ആ പ്രിൻസ് ഓഫ് പീസിനെ ട്രംപുമായി സ്വയം കമ്പയർ ചെയ്യാൻ വല്ലാത്തൊരു ഉളുപ്പും ഒരു ധാർഷ്ട്യവും അഹങ്കാരവും വേണം. അമേരിക്കക്കാർ പലരും, ജെഫ്രി സാക്സ് അടക്കമുള്ള പ്രമുഖനായ അമേരിക്കൻ സാമൂഹിക ശാസ്ത്രജ്ഞർ ട്രംപിനെ സൈക്കോപാത്ത് എന്നാണ് വിളിക്കുക. നമ്മൾ വേറൊരു രാജ്യക്കാരാണ് അങ്ങനെ വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ചിത്തഭ്രമം സംഭവിച്ച ലോകത്തെയും അമേരിക്കയും അപകടത്തിലേക്ക് നയിക്കുന്ന, ഓരോ ദിവസവും $1 ബില്യൺ വെച്ച് അമേരിക്കയ്ക്ക് അനാവശ്യ ചെലവ് വരുത്തി വെച്ച യുദ്ധക്കൊതിയനായ 165 ഇറാനിലെ പിഞ്ചു പെൺകുട്ടികളെ ടോമഹോക്ക് മിസൈൽസ് അയച്ച് കൊല്ലാൻ കാരണക്കാരനായി ഈ മനുഷ്യൻ സ്വയവും യേശുക്രിസ്തുവായി കമ്പയർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനോട്, ക്രിസ്ത്യാനിറ്റിയോട്, നമ്മളെല്ലാം ആദരിക്കുന്ന സഭകളോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ്. കാർട്ടൂൺ കഥാപാത്രം പോലെ ട്രംപ് പെരുമാറുന്നുവെന്ന് VHP നേതാവ് അനിൽ വിളയിൽ പറഞ്ഞു. തീർത്തും അപഹാസ്യമായ രീതിയിലാണ് അദ്ദേഹം ഇടപെടുന്നതെന്നാണ് കഴിഞ്ഞ കാലത്തെ കുറെ പ്രവർത്തികൾ കാണിക്കുന്നത്. കാരണം ഈ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വികാരപരമായിട്ടാണോ അതോ ബുദ്ധിപരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഇത് തീർത്തും ഒരു കാർട്ടൂൺ പോലെയാണ് പൊതുസമൂഹത്തിന് തോന്നുന്നത്. ഒരു കാരിക്കേച്ചർ, ഒരു കാർട്ടൂൺ കാരിക്കേച്ചർ പോലെയുള്ള ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ പിൻവലിച്ചത്, ബുദ്ധിയുള്ള ആരെങ്കിലും അദ്ദേഹത്തിനോട് ചിലപ്പോൾ ഉപദേശിച്ചു കാണും, അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പിൻവലിച്ചത്. ഈ യുദ്ധം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ക്രൈസ്തവ ബോധമായിരിക്കാൻ ചിലപ്പോൾ ഒരു പരിധിവരെ അത്തരത്തിൽ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. കാരണം ക്രിസ്തുവും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി അതിന്റെ പിറകിലുണ്ടെന്ന് തോന്നുന്നു. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ അല്പസമയത്തിനുള്ളിൽ രാജിവെക്കും. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ചേരുന്ന BJP പാർലമെന്ററി പാർട്ടി യോഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഇതോടെ ബീഹാറിൽ ആദ്യ BJP മുഖ്യമന്ത്രിക്ക് കൂടിയാണ് കളമൊരുങ്ങുന്നത്. തുടർന്ന് NDA യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. BJPയിൽ നിന്നും നിലവിലെ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരിയാകും പുതിയ മുഖ്യമന്ത്രി എന്നാണ് സൂചന. കിരൺ ബാബു വിവരങ്ങളുമായി ചേരും. കിരൺ, ഒരു വലിയ രാഷ്ട്രീയ മാറ്റമാണ് ബീഹാറിൽ. ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രി അവിടെ വരുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഒരു പക്ഷേ നിതീഷ് കുമാർ എത്തിയേക്കാം. സമ്രാട് ചൗധരിക്ക് തന്നെയല്ലേ സാധ്യത? രഞ്ജിത്ത്, ബീഹാറിനെ സംബന്ധിച്ച് ഒരു വലിയ രാഷ്ട്രീയ മാറ്റം എന്ന് തന്നെ പറയാം. അവിടെ കാരണം നിതീഷ് കുമാർ 2005 മുതൽ തുടർച്ചയായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയാണ്. ഇടയ്ക്ക് നിതിൻ റാം മാഞ്ചി ഇരുന്ന കുറച്ചു കാലം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയവും നിതീഷ് കുമാർ തന്നെയായിരുന്നു ബീഹാറിന്റെ മുഖ്യമന്ത്രി. ലാലുവിന്റെ ഒരു രാജിന് ശേഷം 2005 അദ്ദേഹം സ്ഥിരമായി അധികാരത്തിലേക്ക് എത്തുന്നത്. 2000 ആദ്യം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും 7 ദിവസം മാത്രമാണ് നിതീഷ് കുമാറിന് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനായത്. പിന്നീട് റാബ്രി ദേവി മുഖ്യമന്ത്രിയായി വരുന്നു. 2005 മുതൽ അദ്ദേഹം വിജയം ആരംഭിച്ചതാണ്. NDA മുന്നണിയുടെ ഭാഗമായും അതോടൊപ്പം തന്നെ മഹാഗഡ്ബന്ധന്റെ ഭാഗമായും ഒക്കെ അദ്ദേഹം മത്സരിക്കുന്ന മുന്നണിയുടെ ഭാഗമായി മാത്രമല്ല പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നും മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. 4 തവണയാണ് അദ്ദേഹം ഇങ്ങനെ മുന്നണി മാറ്റം സാധ്യമായത്. ഈ 4 തവണ മുന്നണി മാറുമ്പോഴും എവിടെയാണോ നിതീഷ് കുമാർ നിൽക്കുന്നത് ആ മുന്നണിക്ക് വിജയം ഉറപ്പാക്കാൻ, ഭരണം ഉറപ്പാക്കാൻ കഴിഞ്ഞ തന്ത്രജ്ഞനായ നേതാവ് കൂടിയാണ് നിതീഷ് കുമാർ. ഈ 2005 ശേഷം ബീഹാറിന് ഒറ്റ നേതാവായി ഉണ്ടായിട്ടുള്ളൂ, അത് നിതീഷ് കുമാർ ആണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. BJPക്ക് നിതീഷ് കുമാറിന്റെ പാർട്ടിയേക്കാൾ ആകെ MLA-മാരുടെ എണ്ണത്തിലൊക്കെ വലിയ കൂടുതലുണ്ടാകുമ്പോഴും നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ BJPക്ക് ഒരു കാരണത്തിലും ഒരു ഘട്ടത്തിലും കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് പ്രായം ഏറിയിരിക്കുന്നു. അദ്ദേഹത്തിന് പൊതു ചടങ്ങുകളിലടക്കം അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങൾ വിസിബിളാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടുകൂടിയാണ് അദ്ദേഹത്തെ ക്രമേണ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക്, പാർട്ടിയും അത്തരം ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഏപ്രിൽ 7-ാം തീയതി അദ്ദേഹം രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ MLA സ്ഥാനമോ MLC സ്ഥാനമോ ഏതാണുള്ളതെങ്കിൽ അത് രാജിവെക്കണമെന്നുള്ളതാണ് നിയമം. അതനുസരിച്ച് അദ്ദേഹം ഇന്ന് ആ സ്ഥാനം രാജിവെക്കും. അവസാനത്തെ ക്യാബിനറ്റ് യോഗം ചേർന്നിട്ടുണ്ട്. ഇതിനുശേഷം രാജി സമർപ്പിക്കും. 3 മണിയോടുകൂടി BJP പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കും. അതിനുശേഷം NDAയുടെ യോഗത്തിന് ശേഷമാവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനമുണ്ടാകുക. നിലവിലെ ഉപമുഖ്യമന്ത്രി BJP നേതാവ് സമ്രാട് ചൗധരി തന്നെയാവും മുഖ്യമന്ത്രി എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകളൊക്കെയും. വലിയ അട്ടിമറികൾ ഒന്നും നടന്നില്ലെങ്കിൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാവും എന്നാണ്. നിത്യാനന്ദ റായിയുടെയും രേണുദേവിയുടെയും ഒക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും സമ്രാട് ചൗധരിയുടെ പേര് തന്നെയാണ് പ്രാമുഖ്യമുള്ളത്. നാളെ തന്നെ സത്യപ്രതിജ്ഞ നടത്താനാണ് തീരുമാനം. അങ്ങനെയാണെങ്കിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പറ്റ്നയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ഒരു രാജിന്, അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കുകയാണ്, അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് അദ്ദേഹം മാറുകയാണ് എന്നതുകൂടി കണക്കാക്കേണ്ടി. തീർച്ചയായും
വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. DMK സഖ്യത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് രാവിലെ KV കൂപ്പത്തെ DMK സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് തേടി. DMK സഖ്യത്തിന് വേണ്ടി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏപ്രിൽ 20-21 തീയതികളിൽ പ്രചാരണത്തിലെത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കന്യാകുമാരിയിലെത്തും. സൗജന്യമായി വർഷം 3 പാചകവാതക സിലിണ്ടറുകൾ, സ്ത്രീകൾക്ക് മാസം 2000 രൂപ വീതം സഹായം, കർഷകർക്ക് 9000 രൂപ സഹായം തുടങ്ങിയ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി BJP പ്രകടന പത്രിക പുറത്തിറക്കി. വേതന വർധനവ് ആവശ്യപ്പെട്ട് നോയിഡയിലെ സെക്ടർ 80-ൽ വീണ്ടും തൊഴിലാളികളുടെ പ്രതിഷേധം അക്രമാസക്തമായി. തൊഴിലാളികൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ഇതോടെ പോലീസ് ലാത്തിചാർജ് നടത്തി. ഇന്നലെ ഉണ്ടായ ആക്രമണങ്ങളിൽ 300-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തു. 7 FIR-കൾ രജിസ്റ്റർ ചെയ്തു. സംഘർഷം ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് സർക്കാർ നിലപാട്. സമൂഹ മാധ്യമങ്ങളുടെ സഹായത്തോടെ ചിലർ സാഹചര്യം മുതലെടുക്കുകയാണെന്ന് പോലീസ് ആരോപിച്ചു. സംഘർഷത്തിന് പിന്നാലെ ഉത്തർപ്രദേശ് സർക്കാർ തൊഴിലാളികളുടെ കുറഞ്ഞ വേതനത്തിൽ ഇടക്കാല വർധനവും പ്രഖ്യാപിച്ചു. നോയിഡയും ഗാസിയാബാദും ഉൾപ്പെടുന്ന മേഖലകളിൽ അവിദഗ്ധ തൊഴിലാളികളുടെ വേതനം 11,313 രൂപയിൽ നിന്ന് 13,690 രൂപയായും അർദ്ധ വിദഗ്ധ തൊഴിലാളികൾക്ക് 12,445 രൂപയിൽ നിന്ന് 15,059 രൂപയായും വിദഗ്ധ തൊഴിലാളികൾക്ക് 13,940 രൂപയിൽ നിന്ന് 16,868 രൂപയായും വർദ്ധിപ്പിച്ചു. അയർലൻഡിനെതിരായ 2020 പരമ്പരയിൽ ഇന്ത്യയുടെ കൗമാരതാരം വൈഭവ് സൂര്യവംശിയെ ഉൾപ്പെടുത്തുമെന്ന് സൂചന. ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുൻപാണ് അയർലൻഡുമായുള്ള സീരീസ്. വൈഭവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നുവെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി. സെലക്ടർമാർ വൈഭവിന്റെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. IPL-ൽ ഉൾപ്പെടെ മികച്ച പ്രകടനം തുടരുന്ന വൈഭവ് സൂര്യവംശിയെ ടീമിൽ ഉൾപ്പെടുത്താൻ ഇനിയും വൈകേണ്ടെന്നാണ് സെലക്ടർമാരുടെ നിലപാട്. സീനിയർ ടീമിൽ മികച്ച പ്രകടനം തുടരുകയാണെങ്കിൽ സിംബാബ്വെക്കെതിരായ പരമ്പരയിലും വൈഭവിനെ ഉൾപ്പെടുത്തിയേക്കും. ഇടം കയ്യനായ വൈഭവ് IPL-ൽ മികച്ച പ്രകടനമാണ് തുടരുന്നത്. സച്ചിൻ തെണ്ടുൽക്കറാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ ക്രിക്കറ്റ് താരം. 1989-ൽ കറാച്ചിയിൽ പാകിസ്ഥാനെതിരെ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ 16 വയസ്സും 205 ദിവസവുമായിരുന്നു സച്ചിൻ്റെ പ്രായം. ഷഫാലി വർമ്മയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം. 15 വയസ്സും 7 മാസവും 27 ദിവസവുമായി ഇന്ത്യക്കായി അരങ്ങേറുമ്പോൾ ഷഫാലിയുടെ പ്രായം. അയർലൻഡ് പര്യടനത്തിൽ വൈഭവ് കളിച്ചാൽ ഷഫാലിയുടെ റെക്കോർഡ് മറികടക്കും. സംസ്ഥാനത്ത് കൊടും ചൂട് ഉയരുന്നു. പാലക്കാടാണ് കടുത്ത ചൂട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ പാലക്കാട് 39.2 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. പകൽ പലയിടത്തും 40 ഡിഗ്രി സെൽഷ്യസിനോടടുത്ത് താപനില എത്തിയിട്ടുണ്ട്. വെള്ളക്ഷാമവും രൂക്ഷമാണ്. ഇനിയുമുണ്ട് വേനൽ അവസാനിക്കാൻ നാളുകൾ ഏറെ. പുറത്ത് ചുട്ടുപൊള്ളുമ്പോൾ മനസ്സിനെ തണുപ്പിക്കുകയാണ് പ്രശസ്ത പാരഡി ഗായകനായ ഫെലിക്സ് ദേവസ്യം. ചൂടാണേ ചൂടാണേ ജീവിക്കാൻ വയ്യായേ വയ്യായേ, ചൂടാണേ ചൂടാണേ ജീവിക്കാൻ വയ്യായേ വയ്യായേ, പുറത്തായാൽ സൂര്യാഘാതം അകത്തോ തീച്ചുള പോലാണേ, അയ്യോ ചൂടാണേ ചൂടാണേ ജീവിക്കാൻ വയ്യായേ വയ്യായേ, ആഗോളതാപനം കൂടി ഉഷ്ണതരംഗം തുടങ്ങി പകലിൽ 40 മേലാണേ, രാത്രി 27. മുന്നോട്ടുള്ളൊരു കാലഘട്ടം അപ്പച്ചമ്പിൻ്റെ ഉള്ളിൽ കേറിയ പോലാകും. ചൂടാണേ ചൂടാണേ ജീവിക്കാൻ വയ്യായേ വയ്യായേ, ആഗോളതാപനം കൂടി ഉഷ്ണതരംഗം തുടങ്ങി. വെയിലത്ത് പണിയുന്ന കൂട്ടുകാരെ, വെയിലത്ത് പണിയുന്ന കൂട്ടുകാരെ, വെയിലത്തു കളിക്കുന്ന കുഞ്ഞുങ്ങളെ, വെയിലത്തു കളിക്കുന്ന കുഞ്ഞുങ്ങളെ, പൊരിയുന്ന വെയിലല്ലേ തല ചുറ്റി വീഴല്ലേ, പൊരിയുന്ന വെയിലല്ലേ തല ചുറ്റി വീഴല്ലേ,
നട്ടുച്ച നേരത്ത് സൂക്ഷിച്ചോണേ, ഇടയ്ക്കിടെ കൂടി വെള്ളം മോന്തിക്കോണേ. വിഷുത്തിരക്ക് എത്തിയതോടെ വിപണികൾ സജീവമായി. ഇക്കുറി ഒറിജിനലിലെ വെല്ലുന്ന കണിക്കൊന്ന പൂക്കളാണ് വിപണിയിലെ താരം. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട്. ഇനി നേരമൊന്നും പുലർന്നാൽ കണിക്കാഴ്ചയിലേക്കാണ് നമ്മൾ മലയാളികൾ പോവുക. എന്തായാലും എറണാകുളത്ത് വിഷുത്തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഷോപ്പുകളിലൊക്കെ കണിക്കൊന്നയാണ്. പ്രത്യേകിച്ചും കണി കാണാൻ പൂക്കൾ, ഒറിജിനൽ പൂക്കൾ കിട്ടാത്തൊരു കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടും കണിക്കൊന്ന നേരത്തെ പൂത്ത് തീരുന്നത് കൊണ്ടുമൊക്കെ കണിക്കൊന്ന പൂക്കൾ കിട്ടാൻ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ഈ പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വിവിധ വലിപ്പത്തിലൊക്കെ ഭയങ്കര തിക്നെസ് കുറവുള്ളതുകൊണ്ട് കൂടുതലുണ്ട്. എന്തായാലും വലിയ ഒരു നമുക്ക് ഭയങ്കര കളർഫുള്ളായിട്ട് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കണിക്കൊന്നയ്ക്ക് വലിയ ആവശ്യക്കാരുമാണ്. പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്കിലും തുണികളിലുമൊക്കെ തീർത്ത കണിക്കൊന്നകളാണ്. പിന്നെ കൃഷ്ണ വിഗ്രഹങ്ങളാണ് വിപണിയെ കൂടുതൽ അടക്കി ഭരിക്കുന്നത്. മയിൽപീലിയും ഇതിനിടയ്ക്ക് പോകുന്നുണ്ട്. വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ നമ്മൾ ഈ വിഷുവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ തന്നെയും നേരത്തെയും മുൻപൊക്കെ നമ്മൾ ഒറിജിനൽ ഇതിൻ്റെ പിന്നാലെ പോയിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അതിന് പകരമായിട്ട് ഒറിജിനൽ ഇല്ലെങ്കിലും അഡ്ജസ്റ്റബിൾ ആകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ മലയാളി എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതിന് എത്ര രൂപയാണ്? 200 രൂപ. ഇത് വലിയ വേറെ വലുപ്പത്തിലൊക്കെ ക്വാളിറ്റി കൂടിയതാ. ഡെക്കറേഷൻ ഉണ്ട്. കണി വയ്ക്കാനായിട്ട് ഇത് തിരുവാതിര, പിന്നെ വിഷുരി, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സാധനം ഏതാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷുവായിട്ട് കണിക്കൊന്ന കൂടുതലായിട്ട് പോകുന്നു. മയിൽപീലി അതിൻ്റെ ഒപ്പം പോകുന്നുണ്ട്. മയിൽപീലും പിന്നെ കൃഷ്ണന്മാരൊക്കെ കൂടുതൽ പോകുന്നു. പിന്നെ വാൽക്കണ്ണാടി. ഇതിപ്പം ഇത് പ്ലാസ്റ്റിക് ആണല്ലേ? പ്ലാസ്റ്റിക്. ഇതിന് നല്ല ആവശ്യക്കാരുണ്ട്. കണി വെച്ച് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. എന്തായാലും കണി വെക്കാൻ അതിപ്പോൾ നമുക്ക് നേരത്തെ വാൽക്കണ്ണാടി എന്ന് പറയുമ്പോൾ ഒറിജിനൽ വാൽക്കണ്ണാടി ആയിരുന്നു നമ്മൾ ഇതിൽ കണിയിൽ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ്. ഇത് തൽക്കാലത്തേക്ക് ഒരു ദിവസത്തേക്ക് ഫോട്ടോ മുതലായ പർപ്പസിനൊക്കെ ആയിട്ടും ഒരു ദിവസത്തേക്ക് വേണ്ടി കണി കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കണി ഒരുക്കാൻ വേണ്ടി വാൽക്കണ്ണാടി അതിൻ്റെ കൂടി കുറവ് ചെറിയ ചിലവിൽ നമുക്ക് വാൽക്കണ്ണാടിയും എത്തിക്കാം കണിയൊരുക്കത്തിന് ഒപ്പം എന്നുള്ളതാണ്. പിന്നെ കൃഷ്ണവിഗ്രഹങ്ങൾ അതുപോലെ മയിൽപീലി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് വിറ്റ് പോകുന്നത് കണിക്കൊന്നകളാണെന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വിഷു എത്തി, അതായത് നാളെ നേരം പുലർന്നാൽ വിഷുവാണ്, അല്ലെ കണിയിലേക്കാണ്. കണിയൊരുക്കത്തിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മലയാളികൾ. ചൂടൊരു വലിയ പ്രശ്നമാണ് വിപണിയിൽ. എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തോടു കൂടി ആയിരിക്കും ഒരു വിഷു തിരക്ക് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ തോതിൽ എറണാകുളം ബ്രോഡ്വേയിലെ ഈ കടകളിലൊക്കെ വലിയ തോതിൽ കണിക്കൊന്നകൾ പ്ലാസ്റ്റിക് പൂക്കൾ വിറ്റ് പോകുന്നുണ്ട്. വലിയ തോതിൽ വിറ്റ് പോകുന്നുണ്ട്. ചേട്ടാ, എന്താണ് കൂടുതൽ മയിൽപീലി, പിന്നെ കൊന്നപ്പൂ. വലിയൊരു തിരക്കുണ്ട്. തിരക്ക് പ്രാവശ്യം കുറവാണ്. ഇതിന് എത്ര രൂപ വരുമായിരിക്കും? ഈ ഒരു അഞ്ചെണ്ണത്തിന്റെ 40 രൂപ. ഇത് കൂടിയത് ക്വാളിറ്റി വ്യത്യാസം. കുറഞ്ഞ വേറെയുണ്ട്. 20 രൂപ വേറെ. 20 രൂപ മുതലുള്ള ഒരു തണ്ടിന് 20 ഉണ്ട്. ഇതാണ് കൂടിയത്. ഇങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് വലിയ ലക്ഷമായിട്ട് തന്നെ ഒരു കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് നമുക്ക് ഇത് ഒറിജിനൽ എല്ലാം തോന്നത്തേ ഇല്ല. അങ്ങനത്തെ ഒരു വലിയ കൂട്ടമായിട്ട് തന്നെയാണ് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. 20 രൂപ മുതലാണ് ഒരു തണ്ടിന് വില ഈടാക്കുന്നത്. ക്വാളിറ്റി കൂടിയതുമുണ്ട്, കുറഞ്ഞതുമുണ്ട്. എന്തായാലും 20 രൂപ മുതലാണ്. ഇത് ഇന്ന് ഈ വിപണി തുടങ്ങിയപ്പോൾ മുതലേ ഈ ആവശ്യം കൂടുതലാണ് അല്ലേ? ഓക്കെ, ആവശ്യക്കാർ കൂടുതലാണ്. എന്തായാലും ഇത്തരത്തിൽ വലിയ ഒരു വിൽപ്പന തന്നെയാണ് ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് കണിക്കൊന്നയിൽ നടക്കുന്നത്. അത് പ്ലാസ്റ്റിക്കിലുണ്ട്, അതായത് തുണിയിലുണ്ട്. ഇത് ഈ കയ്യിലിരിക്കുന്ന തുണിയാണ്, തുണിയിലുണ്ട്. അങ്ങനെ വിവിധ തരത്തിലാണ് കണിക്കൊന്നകൾ ഉള്ളത്. അതിനൊപ്പം മയിൽപീലികളാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം. വിഷു വിപണിയിലെ നിറയെ വളരെ ഭംഗിയായിട്ട് അത് അടുക്കി വെച്ചിട്ടുമുണ്ട്. ഒറിജിനൽ കൊന്നപ്പോൾ വേണ്ട പോലെ അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ ഈ ചൈനയുടെ കൊന്ന നല്ല ചിലവായിരുന്നു, എല്ലാവരും വാങ്ങിക്കൊണ്ടായി. അതാകുമ്പോൾ പാടില്ല, എത്ര ദിവസം വേണമെങ്കിലും കിടക്കും, പിന്നെ ഇട്ടാനും നല്ല ഭംഗിയായിരിക്കും. കാർഷികോത്സവമാണ് വിഷു, സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകം. അങ്ങനെയൊക്കെ പറയുമ്പോഴും
ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് കണിക്കൊന്നകളും മറ്റ് കണിക്ക് ഉപയോഗിക്കുന്ന മറ്റ് സാധന സാമഗ്രികളും ഒക്കെയാണ് ബ്രോഡ്വേയിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് ഒറിജിനലാണ്. മയിൽപ്പീലി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് വൻതോതിലാണ് വിറ്റുപോകുന്നത്. എങ്ങനെയിരുന്നാലും കണിക്കൊന്നയുടെ പൂക്കൾ ഒറിജിനൽ കിട്ടിയില്ലെങ്കിൽ പോലും മലയാളിക്ക് വിഷു വലിയ ആഘോഷം തന്നെയാണ്. എറണാകുളം ബ്രോഡ്വേയിൽ നിന്നും ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. നാളെ വിഷുക്കണി ഒരുക്കാൻ നിരത്തുകളിൽ കൃഷ്ണ വിഗ്രഹങ്ങൾ സജീവം. കടുത്ത ചൂടിലും വിഗ്രഹങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീകൃഷ്ണന്റെ പൂർണ്ണകായ രൂപത്തിലുള്ള വലുതും ചെറുതുമായ വിഗ്രഹങ്ങൾ, രാധാകൃഷ്ണ വിഗ്രഹം, വെണ്ണ കട്ടു തിന്നുന്ന ഉണ്ണിക്കണ്ണൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിഗ്രഹങ്ങളാണ് വഴിയോരങ്ങളിൽ സജീവമായിരിക്കുന്നത്. 250 രൂപ മുതൽ 3500 രൂപ വരെ വിലയുള്ള വിഗ്രഹങ്ങൾ ലഭ്യമാണ്. കടുത്ത ചൂടിലും വിഗ്രഹങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ് നിരത്തുകളിൽ അനുഭവപ്പെടുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ കണി ഒരുക്കാറുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയ ഒരു മൂന്നാമത്തെ സ്റ്റാച്ചു ആണ്. അത് ഞാനൊരു ഷോ പീസായിട്ടും കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പൂജാമുറിയിലും വെച്ചിട്ടുണ്ട്. കൃഷ്ണ വിഗ്രഹങ്ങളുമായി രാജസ്ഥാൻ സ്വദേശി പവൻലാൽ എത്തുന്ന 5ാമത്തെ വിഷുക്കാലമാണിത്. പുനലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്താണ് സ്ഥിരം വിൽപ്പന. ഓരോ വർഷവും തനിക്ക് ലഭിക്കുന്ന പ്രോത്സാഹനമാണ് വീണ്ടും എത്താൻ പ്രേരിപ്പിക്കുന്നതെന്ന് പവൻലാൽ പറഞ്ഞു. ഇവിടെ 5 വർഷമാണ് നമ്മുടെ കൃഷ്ണന്റെ വിഷുകൾ പ്രതിമകൾ നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നമൊന്നുമില്ല. ഈ വർഷവും നല്ല വിഷുവാണ്. എല്ലാം പേര് വന്നിട്ട് കൃഷ്ണന്മാരെല്ലാവരും മേടിച്ചുകൊണ്ട് പോവാം. മലയാളികളുടെ പ്രധാന ഉത്സവമായ വിഷു അതേ പ്രാധാന്യത്തോടെ തന്റെ നാട്ടിലും ആഘോഷിക്കാറുണ്ട് എന്നാണ് പവൻലാലിന്റെ അവകാശവാദം. എന്തായാലും ഈ വർഷവും പതിവ് പോലെ പുനലൂരുകാരുടെ വിഷുക്കണിയിൽ പവൻലാലിന്റെ വിഗ്രഹങ്ങളും ഉണ്ടാകും. ന്യൂസ് 18 പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,110, പവന് 1,12,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,660, പവന് 93,280. വെള്ളി ഗ്രാമിന് 255, കിലോയ്ക്ക് 2,55,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി സ്പോട്ട് ലൈവ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.